10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള നിധിശേഖരവുമായി അടക്കം ചെയ്ത ഒരു ഫറവോ രാജാവിന്റെ മമ്മി. ആ കല്ലറ തുറന്നവർക്ക് നേരിടേണ്ടി വന്നത് പടുമരണം. മരിക്കാതെ പോയവർ പലർക്കും ചിത്തഭ്രമമുണ്ടായി. ആ രാജാവിന്റെ കല്ലറയുടെ വാതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തൂത്തൻഖാമൻ രാജാവിനെ ശല്യം ചെയ്യുന്നവരെ മരണം പെട്ടെന്ന് ആലിംഗനം ചെയ്യും. ആ വാക്കുകൾ സത്യമാക്കിയ ഫറവോ രാജാവിന്റെ മമ്മി ഒളിപ്പിച്ച നിഗൂഢതയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പുരാതന ഈജിപ്തിന്റെ പേര് കേൾക്കുമ്പോഴെല്ലാം നമുക്ക് എന്താണ് ഓർമ്മ വരിക? മമ്മിയും ഫറവോ രാജവംശവും പിരമിഡും ശവക്കല്ലറുകളും ഒക്കെയാണ് അല്ലേ? പുരാവസ്തു ഗവേഷകർക്കും ശാസ്ത്രത്തിനും എന്നും ഇഷ്ട വിഷയം തന്നെയാണ് ഈജിപ്ത്. സഹസ്രാബ്ദങ്ങളോളം പഴക്കമുള്ള പുരാതന കാല മമ്മികൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് പറയാനുള്ളത് തൊട്ടവരെയെല്ലാം കൊലപ്പെടുത്തിയ ആ മമ്മിയുടെ കഥയാണ്. കുട്ടിക്കാലത്തെ രാജഭാരം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കുട്ടി രാജാവിന്റെ മമ്മിയാണ് ശപിക്കപ്പെട്ട മമ്മി എന്ന പേരിൽ അറിയപ്പെട്ടത്. 3200 വർഷത്തോളം ഭൂമിക്കടിയിൽ കിടന്നിരുന്ന ഈജിപ്തിലെ കുട്ടി രാജാവായ തൂത്തൻഖാമന്റേതാണ് ആ നിഗൂഢമായ മമ്മി. 97 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1922-ലാണ് ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹൊവാർഡ് കാർട്ടർ ഈ രഹസ്യങ്ങളുടെയും നിഗൂഢതകളെയും അടക്കം ചെയ്ത മമ്മിയെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തിയത്. തൂത്തൻഖാമന്റെ ശവകുടീരത്തിനടിയിൽ അമൂല്യമായ ഒരു നിധി അടക്കം ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. ആ വാക്കുകളിൽ തൂത്തൻഖാമന്റെ മരണാനന്തര ജീവിതത്തിനായി ഫറവോ രാജാക്കന്മാരൊരുക്കിയ വഴിയിലേക്കായിരുന്നു പിന്നീട് ഗവേഷകർ ഇറങ്ങിച്ചെന്നത്. പുരാവസ്തു ഗവേഷകർ അദ്ദേഹത്തിന്റെ മമ്മിയുടെ താഴെയായി ഒരു മുറിയിലേക്കുള്ള പടവുകൾ കണ്ടെത്തി. ആ മുറി തേടിപ്പോയവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായതേയില്ല. ആ മുറി നിറയെ സ്വർണവും വെള്ളിയും അടക്കം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് തൂത്തൻഖാമൻ മരിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു ഗവേഷകരുടെ അടുത്ത ലക്ഷ്യം. ഏകദേശം 18-19 വയസ്സിനുള്ളിലാണ് തൂത്തൻഖാമൻ എന്ന ഭരണാധികാരി രാജ്യഭാരം ഇറക്കിവെച്ച് മരണത്തിലേക്ക് നടന്നു നീങ്ങിയത്. പുരാതന ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറവോയായിരുന്നു തൂത്തൻഖാമൻ. 1332 BC-യിലാണ് തൂത്തൻഖാമൻ ഫറവോ ആയി ഈജിപ്തിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. തൂത്തൻഖാമൻ സിംഹാസനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് 9 വയസ്സായിരുന്നു പ്രായം. അയൽരാജ്യമായ നോബിയയുമായി ഈജിപ്ത് യുദ്ധത്തിലേർപ്പെട്ട കാലത്തായിരുന്നു അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളെ തുടർന്ന് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തൂത്തൻഖാമൻ രാജപദവിയിലേക്ക് എത്തുന്നത്. എന്നാൽ ഭരണത്തിലേറി 10 വർഷങ്ങൾക്കു ശേഷം എങ്ങനെയാണ് തൂത്തൻഖാമൻ മരിച്ചത് എന്നത് ഇന്നും നിഗൂഢമായി തുടരുന്ന ഒരു കാര്യമാണ്. ഈ നിഗൂഢത വെളിച്ചത്തെത്തിക്കുവാൻ ലോകമെമ്പാടുമുള്ള പുരാവസ്തു ഗവേഷകരും ശാസ്ത്രജ്ഞരും ചേർന്ന് 100 കണക്കിന് വർഷങ്ങളായി അദ്ദേഹത്തിന്റെ മമ്മിക്കായി തിരച്ചിൽ നടത്തി. ആ അന്വേഷണത്തിനൊടുവിലാണ് 1922-ൽ ആ മമ്മി കണ്ടെത്തുന്നത്. തൂത്തൻഖാമന്റെ ശവകുടീരത്തിനുള്ളിൽ 4 പ്രധാന മുറികളാണ് ഉണ്ടായിരുന്നത്. ഒരു മുൻമുറി, ഒരു അനുബന്ധ മുറി, ഒരു ശ്മശാനാറ, ഒരു ട്രഷറി മുറി എന്നിവയായിരുന്നു അത്. ശ്മശാനാറയ്ക്കുള്ളിലെ ശവപ്പെട്ടി തുറന്നപ്പോൾ അകത്ത് 2 ശവപ്പെട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അവസാനത്തേത്, അതായത് 3ാമത്തെ ശവപ്പെട്ടി, പൂർണ്ണമായും സ്വർണം കൊണ്ടായിരുന്നു ആ ശവപ്പെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. തൂത്തൻഖാമനെ അടക്കം ചെയ്തത് ഈ ശവപ്പെട്ടിയിലായിരുന്നു. ഈ ശവപ്പെട്ടിയോട് ചേർന്ന് ഒരു നിധിശേഖരമാണ് മറ്റൊരു അത്ഭുതം. തൂത്തൻഖാമന്റെ ശവകുടീരത്തിൽ നിന്ന് 5000-ലധികം സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും ആഭരണ ശേഖരമാണ് കണ്ടെത്തിയത്. വസ്ത്രങ്ങൾ, വിലയേറിയ ആഭരണങ്ങൾ, കിടക്ക, രഥം, തലയിണ, വിനോദ വസ്തുക്കൾ, സിംഹാസനം തുടങ്ങിയ അമൂല്യ വസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നു. സ്വർണത്തിൽ തീർത്ത നിരവധി ചെറിയ വിഗ്രഹങ്ങളും കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളിൽ ഉൾപ്പെടുന്നതാണ്. ഇവിടെ നിന്നും കണ്ടെത്തിയ വസ്തുക്കൾ എണ്ണാനും ഓരോന്നും വേർതിരിക്കാനും വേണ്ടി മാത്രം വർഷങ്ങളാണ് ഗവേഷകർ ചിലവഴിച്ചത്. തൂത്തൻഖാമന്റെ കല്ലറയുമായി ബന്ധപ്പെട്ട് ഒരു ശാപത്തിന്റെ കഥ നിലനിൽക്കുന്നുണ്ട്. തൂത്തൻഖാമന്റെ ശവകുടീരം കണ്ടെത്തിയതോടെ ചില അനിഷ്ട സംഭവങ്ങൾ നടന്നു അത്രേ. തൂത്തൻഖാമന്റെ കല്ലറയിലേക്ക് ഇറങ്ങിയ തൊഴിലാളികളുടെ മരണമായിരുന്നു ആ കൂട്ടത്തിൽ ആദ്യത്തേത്. എന്നാൽ ഈ കാര്യം വലിയ രീതിയിൽ ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ 1923-ൽ തൂത്തൻഖാമന്റെ ശവകുടീരം കണ്ടെത്താൻ കാർട്ടറിന് പണം നൽകിയ വ്യക്തി ലോർഡ് കർണാർവോൺ ദുരൂഹമായി മരിച്ചതോടെയാണ് തൂത്തൻഖാമന്റെ കല്ലറ പേറുന്ന ശാപത്തെക്കുറിച്ച് ലോകം സംസാരിച്ചു തുടങ്ങിയത്. ഇതിലും അവസാനിച്ചില്ല. തൂത്തൻഖാമന്റെ ശവകുടീരത്തിൽ നിന്ന് കണ്ടെടുത്ത ചില സാധനങ്ങൾ കാർണോർവോൺ പ്രഭു തന്റെ പക്കൽ സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം പെട്ടെന്ന് രോഗബാധിതനായി അദ്ദേഹം വീഴുകയായിരുന്നു. കാർണോർവോൺ പ്രഭുവിന് ആദ്യം പിടിപെട്ടത് പനിയായിരുന്നു. പനി ന്യൂമോണിയയ്ക്ക് വഴിമാറി. ഇതിനുശേഷം അബോധാവസ്ഥയിൽ അദ്ദേഹം എന്തൊക്കെയോ പിറുപിറുക്കാൻ ആരംഭിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. പിന്നീട് തൂത്തൻഖാമന്റെ കല്ലറ തൊട്ട എല്ലാവരെയും ശനി ബാധിച്ചിരുന്നു. മരണങ്ങളുടെ ഒരു പരമ്പരയാണ് അവിടെ അരങ്ങേറിയത്. തൂത്തൻഖാമന്റെ മമ്മിയുടെ എക്സ്റേ എടുത്ത റേഡിയോളജിസ്റ്റ് ആർക്കിബാൾഡ് ഡഗ്ലസ് അസുഖം ബാധിച്ച് 3 ദിവസത്തിനുള്ളിൽ തന്നെ മരിച്ചു. തുടർന്ന് കാർണാർവോൺ പ്രഭുവിന്റെ സെക്രട്ടറി റിച്ചാർഡ് ബൈഡൽ മരിച്ചു. ശവകുടീരത്തിൽ പ്രവേശിച്ച 2ാമത്തെ വ്യക്തിയായിരുന്നു റിച്ചാർഡ്. ഇതിനുശേഷം അമേരിക്കൻ ഈജിപ്തോളജിസ്റ്റ് അയൺ എംബറും മരിച്ചു. ഈ ശവക്കല്ലറയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്ന 2 ഡസൻ ആളുകളെങ്കിലും മരിച്ചുവെന്നാണ് കണക്ക്.
അതായത് 20-ലധികം ആളുകൾ. അതിൽ പലരും സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിന്നീട് തൂത്തൻഖാമന്റെ നിഗൂഢമായ മമ്മി കണ്ടവരെല്ലാം ഒന്നെങ്കിൽ ഭ്രാന്തനാവുകയോ മറ്റേതെങ്കിലും കാരണത്താൽ മരിക്കുകയോ ചെയ്തതായി പറയപ്പെടുന്നു. ഈജിപ്ഷ്യൻ രാജകുമാരി അലി കാമലിന്റെ കാര്യത്തിലും സമാനമായതാണ് സംഭവിച്ചത്. ഒടുവിൽ തൂത്തൻഖാമന്റെ മമ്മി ലോകത്തിന് പരിചയപ്പെടുത്തിയ ഹൊവാർഡ് കാർട്ടർ ഈ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടു. ഹൊവാർഡ് കാർട്ടറിന്റെ ആവശ്യപ്രകാരം ഗവൺമെന്റ് തൂത്തൻഖാമന്റെ മമ്മിയെ അതേ സ്ഥലത്ത് വീണ്ടും അടക്കം ചെയ്തു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്കു ശേഷം ജോർജ് കർണാർവോൺ പ്രഭുവിന്റെ മകൾ ലേഡി ഈവലിന്റെ ഉത്തരവനുസരിച്ച് മമ്മി വീണ്ടും ശവകുടീരത്തിൽ നിന്ന് പുറത്തെടുത്തു. അത് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു. ലേഡി എവലിൻ എല്ലാ ദിവസവും മ്യൂസിയത്തിൽ പോകാറുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു ദിവസം മമ്മിയെ കണ്ട് തിരിച്ചിറങ്ങിയ ലേഡി എവലിൻ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു. ഇതോടെയാണ് ലോകത്തിന്റെ മുന്നിൽ തൂത്തൻഖാമന്റെ ശവപ്പെട്ടി ഫറവോന്മാരുടെ ശാപമായി മാറി തുടങ്ങിയത്. ഈ ദുരൂഹ മരണങ്ങൾക്കു ശേഷം തൂത്തൻഖാമന്റെ ശവകുടീരം മമ്മിയുടെ ശാപം അല്ലെങ്കിൽ തൂത്തൻഖാമൻ രാജാവിന്റെ ശാപം എന്നറിയപ്പെട്ടു. പിന്നീട് ഈ ശവകുടീരത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ ആളുകൾക്ക് ഭയമായി തുടങ്ങി. തൂത്തൻഖാമന്റെ ശവകുടീരത്തിന്റെ വാതിലിൽ പുരാതന ഈജിപ്ഷ്യൻ ഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തൂത്തൻഖാമൻ രാജാവിന്റെ സമാധാനം തകർക്കുന്നവർ തീർച്ചയായും മരിക്കും. ആ മുന്നറിയിപ്പ് ഏറെക്കുറെ ഫലം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നും ആ ശാപവുമായി തൂത്തൻഖാമന്റെ മമ്മി അവിടെയുണ്ട്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.